ദേവീ ശരണം അമ്മേ. എപ്പോഴും പദസേവനം തുടരുവാൻ വിശ്വേശ്വരി നിൻ കൃപാ കൽപ്പേകേണേ. കൽപ്പേകേണമിവങ്കൽ നീ കരുണ വർഷിക്കേണമെന്നെന്നുമേ. ഇപ്പാരിൽ പരമേശ്വരി കനിപു നീയേ കായികിലോ തൃപ്തനായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരമേ ഭയം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 12-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടുവരുന്നു. ആ ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, മനഃശുദ്ധികളെ പറ്റിയാണ് അവലോകനം ചെയ്തു വരുന്ന സമയത്ത് മനഃശുദ്ധിയെപ്പറ്റി പറഞ്ഞുകൊണ്ടുവരുന്നതാണ്. സന്ദർഭവശാൽ ഈ മനഃശുദ്ധി നമുക്ക് കുറയാനുള്ള കാരണം അത് മായ തന്നെയാണ്. ആ മായ എപ്രകാരത്തിലൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതിനെയൊക്കെ അവിടെ കുറച്ച് ദീർഘമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള മൊബൈലായാലും വാച്ചായാലും ഇതൊക്കെ വളരെ നല്ലതാണെങ്കിലും പലപ്പോഴും അത് തന്നെ നമുക്ക് ആത്മീയമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ വിഘ്നങ്ങൾ തരുന്നുണ്ട്. ഈശ്വരഭജനം ചെയ്യാനോ കഥകളെ ചഞ്ചലമില്ലാത്ത മനസ്സോടുകൂടി ഇരുന്ന് കേൾക്കുവാനോ ഒന്നും നമുക്ക് സാധ്യമല്ലാത്തതായിട്ടുള്ള അവസരങ്ങളൊക്കെ ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ഈ കലിയുഗത്തിൽ ഏറ്റവും അധികം ആ മായ എന്നുള്ളത് പിടിച്ചിരിക്കുന്നത് ഇതിലൊക്കെയാണ്. വാച്ച്, മൊബൈല്, TV മുതലായിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെയാണ് മായയുടെ ഏറ്റവും വലിയ പ്രഭാവം. നമ്മളെ അത് ആകർഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണു എന്ന് കാണാം. എത്ര ചാനലുകളാണ്! ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അതിന് 100 ചാനലുകളുണ്ട്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് കാണാൻ 100 ചാനലുകളുണ്ട്. ഇനി അതൊക്കെ പുറമെ എല്ലാറ്റിനും ഓരോരോ ചാനലുകൾ എന്തൊക്കെയാണുള്ളത്. എന്നാൽ ഇതൊക്കെ വേണ്ടതല്ലേ? ഇതിൽ കൂടെയും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല എന്ന് ചോദിച്ചാലൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും ആധ്യാത്മികതയേക്കാൾ ലൗകികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആധ്യാത്മിക കാര്യങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സിനെ മറ്റുള്ളവരിലേക്കുമൊക്കെ തിരിക്കാനുള്ള വിഷയങ്ങളാണ് അധികവും ഇതിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതും കാട്ടുന്നതും കേൾക്കുന്നതും എല്ലാം. ആത്മീയത വളരെ കുറവാണ് എന്ന് പറയുകയാണ്. ഒരു ഭർത്താവും ഭാര്യയും കൂടിയിട്ട് ഇങ്ങനെ കാലത്ത് ഏർലി മോർണിംഗിന് സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല, കുറച്ചൊക്കെ ഇരുട്ടാണ്, 6 മണിക്ക് ഇതങ്ങനെ നടന്നു പോവായിരുന്നു അത്രേ. അപ്പം അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് റോഡിൻ്റെ വക്കിൽ ഇതാ നല്ലൊരു ഭരണി ഇരിക്കണം. എന്താ ഇപ്പം ഇവിടെ ആരാ ഈ ഭരണി കൊണ്ടുവച്ച്, എന്താ ഈ ഭരണി എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഭാര്യ ആ ഭരണി ഒന്ന് എടുത്തു നോക്കുമ്പോഴത് പൊട്ടിയിട്ടൊന്നുമില്ല. സാധാരണ പൊട്ടിയ ഭരണികളൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് വലിച്ചെറിയുക. പക്ഷെ ഭരണി പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ഭരണിയായിട്ടുണ്ടല്ലോ. എന്താ ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത്, എന്താ എന്ന് നോക്കാം എന്ന് വിചാരിച്ച് അവരിതാ ഭരണിയുടെ മൂടി തുറന്നു എന്നാണ് പറയണത്. അടപ്പ് തുറന്നപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറേ പുകയൊക്കെയാണ് ആദ്യം വന്നത്. പുകയൊക്കെ വന്ന പുകയൊക്കെ കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് അത്ഭുതമായിട്ടുള്ള ഒരു ഭൂതം പ്രത്യക്ഷമായി എന്ന് പറയുക. ആ ഭൂതത്തിനെ കണ്ടപ്പോൾ ഇവർക്ക് ആദ്യം പേടി തോന്നി, വിറയ്ക്കാൻ തുടങ്ങി. നേരം വെളിച്ചാകുമ്പോൾ ഇരുട്ടത്ത് അധികം ആൾക്കാരൊന്നും നടമാട്ടമില്ലാത്തതായിട്ടുള്ള ഒരു പഞ്ചായത്ത് വഴിയോ എന്തോ ആയിരിക്കാം, അതിൽ പോകുമ്പോഴാണ് ഇപ്പോൾ ഈ സംഭവം. ഈ പുകയും ഭൂതവും ഒക്കെ കണ്ടാൽ പേടിക്കാതിരിക്കുമോ? സ്ത്രീഭാവം പേടിച്ച് വിറയ്ക്കുകയാണ്. ഭരണിയൊക്കെ കയ്യിൽ നിന്ന് താഴ്ത്തു വീണു. അപ്പോഴേക്കും ഭൂതം പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളെ ഒന്നും ദ്രോഹിക്കില്ല. കാരണം ആരോ മന്ത്രവാദം ചെയ്ത് എന്നെ ഇതിനകത്ത് അടച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. നിങ്ങളുടെ കാരണം കൊണ്ട് എനിക്കിപ്പോൾ സ്വതന്ത്രനായി നിന്ന് മോചിപ്പിച്ചു. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വരം ചോദിച്ചോളൂ, ഞാൻ തരാം, പ്രസന്നനാണ്
എന്നൊക്കെ ഭൂതം പറഞ്ഞപ്പോൾ സന്തോഷമായി ഭാര്യയ്ക്ക്, സ്ത്രീക്ക്. അവര് ആലോചിച്ചു ഒരു 5 മിനിറ്റ് എന്താ ഇപ്പോൾ വരൻ ചോദിക്കേണ്ടത് എന്ന്. ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഭൂതത്തിനോട് ചോദിക്കുകയാണത്രേ 3 വരങ്ങളെ. ആദ്യത്തെ വരൻ ചോദിച്ചത്, ഭർത്താവ് എന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലോ ചേർത്ത് എപ്പോഴും വെച്ചിരിക്കണം എന്നുള്ള വരാണത്ര ആദ്യം ചോദിച്ചത്. ഭൂതം ഒന്ന് ആലോചിച്ചു, എന്താ ഇപ്പം ഇവർ ചോദിക്കണത്? ഈ വരമൊക്കെ കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ തന്നെ നടപ്പാവുമോ എന്നാലോചിച്ചു. ശരി, എന്തായാലും പറഞ്ഞു പോയി. അടുത്ത വര എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെയും ഭർത്താവിലേക്ക് തന്നെയാണ് പോണത് ഭാര്യ. ഭർത്താവ് രാത്രി കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും എന്നെ തന്നെ എൻ്റെ അടുത്ത് തന്നെ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വരൻ ചോദിച്ചു. ഭൂതം തലയിൽ കൈവച്ചു. ഇനിയിപ്പോൾ 3-ാമത്തെ വരൻ എന്താ ചോദിക്കാൻ പോണത് എന്ന് കേൾക്കുമ്പോൾ 3-ാമത്തെ വരൻ ചോദിച്ചു, എന്താ 3-ാമത്തെ വരൻ വേണ്ടത് എന്ന്. നേരം വെളിച്ചായാൽ എണീറ്റാൽ എന്നെ കണി കണ്ടു വേണം ഭർത്താവ് ദിവസവും ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരാൻ എന്നായി 3-ാമത്തെ വരം. അപ്പോഴേക്കും ഭൂതം ചിന്തയിലായി, ഈ 3 വരങ്ങളും അസാധ്യമായിട്ടുള്ള ഈ വരങ്ങളെ എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? ചോദിച്ചു പോയി തരാമെന്ന് വാക്കും പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഈ വരം കൊടുക്കാതിരിക്കാനും പറ്റില്ല. ചിന്തിച്ചാൽ ഒരു മാർഗവും കാണുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിനെ സത്യമാക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണത്രേ പെട്ടെന്ന് ഭൂതത്തിന് ഈ വരങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നുള്ള ഐഡിയ കിട്ടിയത്. ശരിയെന്ന് പറഞ്ഞ ഭൂതം എന്തോ മന്ത്രം ജപിച്ച് കൈകൊണ്ട് എന്തോ കാണിച്ചു. പെട്ടെന്ന് ഇതാ ഭാര്യയെ കാണാനില്ല. ഭർത്താവ് നോക്കുമ്പോൾ തൊട്ടടുത്ത് ഭാര്യയില്ല. അയ്യോ, ഭാര്യ എവിടെ പോയി എന്ന് നോക്കുമ്പോഴാണത്രേ കയ്യിലൊരു മൊബൈല്. താൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ മൊബൈലൊന്നും എടുത്തിട്ടില്ല, പക്ഷെ ഇപ്പം കയ്യിലൊരു മൊബൈലാണ്. ആ മൊബൈലിനകത്തിരുന്നു കൊണ്ട് ഭാര്യ പറയാത്രേ, ഞാനിതാ ഇതിനകത്തുണ്ട് എന്ന്. അപ്പോൾ മൊബൈലാക്കി മാറ്റിയെന്നാണ് പറയണത് ഭാര്യയെ. കാരണം എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം, ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കണം. ഒന്നുകിൽ ഈ സാധനം കയ്യിൽ വെച്ചിരിക്കും ഭർത്താവ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടിരിക്കും, അതിനെ പിരിഞ്ഞിരിക്കില്ല. രാത്രി കിടക്കുമ്പോഴും അതിനെ തൻ്റെ തലേനയുടെ ചുവട്ടിലോ അരികത്തോ വെച്ചിട്ടേ കിടക്കുള്ളൂ. നേരം വെളിച്ചമായിട്ട് ആദ്യം ഈ മൊബൈലിലുള്ള അലാം കെട്ടുകൊണ്ടാണ് അപ്പോൾ എണീക്കാറ് പതിവ്. അപ്പോൾ ഈ 3 വരങ്ങളും സത്യമാക്കാനായിട്ട് ആ സ്ത്രീയെ, ഭാര്യയെ പിടിച്ചൊരു മൊബൈലാക്കി കൊടുത്തു ഭൂതം എന്ന് ഒരു കഥ, ഒരു നർമ്മമാണ് കേട്ടോ. അപ്പം ഇത് പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ ഇതിൻ്റെ പിന്നിൽ ലയിച്ചിരിക്കണു എന്ന് പറയുകയാണ്. അതായിരിക്കണം ഇപ്പം നമ്മളുടെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്നാൽ പിന്നെ ഇതിനൊക്കെ നല്ലതിനല്ലേ ആണ്. ഇപ്പം ദേവി ഭാഗവത പ്രഭാഷണങ്ങൾ ഇതൊക്കെ എത്രയോ ആചാര്യന്മാരെ ഇതിൽ കൂടിയൊക്കെ ചെയ്ത് പല ആധ്യാത്മിക ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട്. ധാരാളം പേര് അതൊക്കെ ശ്രവിക്കുന്നുണ്ട്, അതിൽ കൂടി പലതും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു ഗുണമുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഗുണത്തെക്കാൾ വളരെയധികം ദോഷം ചെയ്യുന്നതൊക്കെയാണ് ഇത് എന്ന് പറയുകയാണ്. അതും പ്രത്യേകിച്ച് ക്ഷേത്രാടനം, തീർത്ഥാടനങ്ങൾ, ഭാഗവതാദി സപ്താഹങ്ങൾ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണെന്നേ പറയുള്ളൂ. ഭാഗവതത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ മൊബൈൽ എടുക്കാതെ കണ്ടുപോയാൽ തന്നെ മതി, കുഴപ്പമൊന്നുമില്ല. ആരും വിളിച്ച് ശല്യപ്പെടുത്തൊന്നുമില്ല. മൊബൈൽ ഓഫാക്കിയിട്ട്, അല്ലെങ്കിൽ എടുത്താൽ തന്നെ ഓഫാക്കിയിട്ട് വാനിറ്റി ബാഗിനകത്ത് ഇടണം. എന്നാൽ നിങ്ങൾക്ക് ഭാഗവതമൊക്കെ കേട്ടിരിക്കാൻ സാധിക്കും, എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇത് കയ്യിലുള്ളിടത്തോളം കാലം അത് മായയാണ്. മായ ഒരിക്കലും നമ്മളെ ഭഗവാനിലേക്ക് പോകാൻ അയക്കില്ല. മായ നമ്മളെ കൊണ്ടുപോകുക ഭൗതിക ലൗകിക വിഷയങ്ങളിലേക്കാണ്. ഈ മായയെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ ലൗകികത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ, ആത്മീയതയിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറയുകയാണ്. കുറെ ദീർഘമായിട്ട് ഇന്നലെയും ഇന്നും കൂടി ഈ വിഷയം പറയേണ്ടി വന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന പലർക്കും ഇതൊരു നല്ല വിഷയമാവട്ടെ, ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ
കഴിയട്ടെ, ഉപകാരപ്രദമാവട്ടെ എന്നതുകൊണ്ട് ദീർഘമായിട്ട് പറഞ്ഞു എന്ന്